ഹായ്, വെൽക്കം ടു ദി സ്റ്റോറി പാണ്ട 12 ലെറ്റേഴ്സിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡ് കാണാം. തങ്ങേഷൻ വീട്ടിൽ വന്നിട്ട് പുറത്ത് തന്നെ ഇരിക്കുകയാണ്. ഹൈ തങ് പുറത്ത് വന്ന് നോക്കുമ്പോൾ തങ്ങേഷൻ അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ അവൾ അവൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എന്തിനാണ് നീ അകത്തേക്ക് കയറി വരാതെ ഇവിടെ തന്നെ ഇരുന്നത്? അവൻ അപ്സെറ്റാണെന്ന് കാണുമ്പോൾ തന്നെ അവൾ പറയാണ്, ഞാൻ നിന്നെ എല്ലാ മൂഡിലും കണ്ടിട്ടുണ്ട്. നീ ഹാപ്പി ആയിരിക്കുന്നതും നീ സാഡായിരിക്കുന്നതും ഇപ്പം അപ്സെറ്റ് ആയിരിക്കുന്നതും. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളെങ്കിൽ പോലും ഒരുപാട് കാലം നിൻ്റെ കൂടെ ജീവിച്ചതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ തങ്ങേഷൻ പറയുന്നുണ്ട്, പണ്ട് ഓർഫണേജിലായിരുന്നപ്പോൾ കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ആ ലൈഫ് എന്ത് ബോറിംഗ് ആണെന്ന്. എത്രയും പെട്ടെന്ന് വളർന്ന് വലുതായാൽ മതിയെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ചിന്തിക്കുമ്പോൾ അന്നത്തെ ലൈഫായിരുന്നു ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ പണ്ടത്തെക്കാളും ഒരുപാട് കഷ്ടപ്പാടാണ് ജീവിക്കാനായിട്ട്. എനിക്ക് ശരിക്കും പേടിയാവുന്നുണ്ട്. ആ ബുക്ക് സ്റ്റോർ ഓണർ, നീ, ഞാൻ കാരണം അങ്ങനെ വേദനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും നിനക്ക് എന്തെങ്കിലും ദൗർഭാഗ്യം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നീ അപ്പം തന്നെ എന്നെ വിട്ടിട്ട് പോകണം. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ആകെയുള്ളൊരു ഭാഗ്യം എന്ന് പറയുന്നത് എനിക്ക് നീ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ചായ ആണെങ്കിലും മിസ്സിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. മിസ്സിനോട് എന്നിട്ട് പറയും, നീ എനിക്ക് ബില്യാർഡ്സിന് വേണ്ടിയിട്ട് തന്ന ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അത് ഞാൻ നിനക്ക് തിരിച്ചു തരികയാണ്. ഈ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിരുന്ന നിമിഷം എന്ന് പറഞ്ഞാൽ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. അവൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മിസ്സ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ ഇവിടുന്ന് പോകാൻ പോവാണോ? അവളോട് സോറി പറയും ഇത്രയും നാൾ അവളെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന്. അപ്പോൾ മിസ്സ് പറയും, ഇത്രയും നാൾക്ക് ശേഷം നിൻ്റെ വായിന്ന് സോറി എന്ന് പറയുന്നൊരു വാക്ക് ഞാൻ കേൾക്കുകയാണ്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ നീയുമായിട്ടുള്ള നിമിഷങ്ങൾ മറക്കില്ല. അവസാനം ഞാൻ നിൻ്റെ ഷിപ്പിൽ എത്തിപ്പെട്ടില്ല എന്നും പറഞ്ഞ് മിസ്സ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. റാറ്റും ഷെൻഷുവിനോട് പോയിരുന്ന് സംസാരിച്ചിട്ട് അന്ന് രാത്രി അവർ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. ഇവരുടെ വണ്ടിയിൽ എന്തോ ബാവോ വെച്ചിട്ടുണ്ട് കുറച്ച് സാധനങ്ങൾ. ആ സാധനം ഇവർ വേറൊരു സ്ഥലത്ത് കൊണ്ടെത്തിക്കണം. അതാണ് ഇപ്പോഴത്തെ മിഷൻ. ബാവോ പറഞ്ഞ സ്ഥലത്ത് ഇവർ സാധനങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് അവിടെ ആർക്കു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സാധനങ്ങൾ ഇവരെ ഗാർഡ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് പുറത്ത് വെപ്പൺസുമായിട്ട് നിൽക്കാമെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ബാവോയും കൂട്ടരും എന്തോ കടത്തുന്നതാണ്, പൈസ സെറ്റാണ്, എല്ലാം റെഡിയാണ്, അയാളിപ്പോൾ വരുമെന്നൊക്കെ ഷയോങ് ഒന്ന് ബാവോയോട് പറയുന്നുണ്ട്. ഹൈത്താങ് കുറേ നേരമായിട്ടും അവനെ കാണാഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഷെൻഷുവിനെ വഴിയിൽ വെച്ച് കാണുമ്പോൾ അവളടുത്ത് ചോദിക്കുന്നുണ്ട്. ഷെൻഷു അപ്പോൾ അവളോട് പറയും, അവരെ ഏതോ കാറിൽ കയറി പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, ഏതോ കാർഗോ അൺലോഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഹൈത്താങ് അപ്പോൾ അവളോട് പറയും, അതിനൊന്നും ഷിപ്പൊന്നും വരുന്നില്ലെന്നാണല്ലോ അറിഞ്ഞത്. അപ്പോൾ ഷെൻഷുവിനാകെ ഒന്ന് പേടിയാവുന്നുണ്ട്. ഹൈത്താങ് പറയുമ്പോൾ നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരുടെ വണ്ടി ഏത് ദിശയിലോട്ടാണ് പോയതെന്ന് പറയാമോ? ഷെൻഷു പറയും, അത് ഷിപ്പ് ഫാക്ടറി ഇരിക്കുന്ന വഴിയിലോട്ടാണ് പോയത്. അതേസമയം ഇവരിവിടെ ആ സാധനത്തിന് കാവലിരിപ്പുണ്ട്, എന്തോ പെട്ടിക്കകത്ത് ഉണ്ട്. എന്നിട്ട് റാറ്റ് ഓരോന്നും പറയുന്നുണ്ട്, ഇനി അവന്മാർ നമ്മളെ ഇവിടെ പിടിച്ചിരുത്തിയിട്ട് ആ പെൺകുട്ടികൾ എന്തെങ്കിലും ഉപദ്രവിക്കാനായിട്ടായിരിക്കോ? തങ്ങേഷൻ അവനെ സമാധാനപ്പെടുത്തും, മേട നീ ഇരിക്കുക, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അവൻ നോക്കുമ്പോൾ അവിടെ മുഴുവൻ ഇങ്ങനെ വെള്ളമായിട്ട് കിടപ്പുണ്ട്. പോരാത്തതിന് ഇങ്ങനെ ഒരു ബാഡ് സ്മെല്ലും വരുന്നുണ്ട് അതിന്ന്. അങ്ങനെ അവനത് ഓപ്പൺ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ റാറ്റ് വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട്. അവർ രണ്ടും കൽപ്പിച്ചത് ഓപ്പൺ ചെയ്യും. തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്നതാണ്. അത് കാണുമ്പോൾ അവന് സംശയം തോന്നിയിട്ട് അവൻ രണ്ടാമത്തെ പെട്ടിയും ഓപ്പൺ ചെയ്ത് നോക്കും. അതിനകത്ത് എന്തോ തുണി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനോട് റാറ്റ് പറയുന്നുണ്ട്, എടാ നീ ഇതൊന്നും തുറന്നു നോക്കല്ലേ, നമ്മളോട് പറഞ്ഞ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ പോരെ. എന്നിട്ടും അവൻ തുറന്നു നോക്കുകയാണ്. അപ്പോൾ വാമൂടി കെട്ടിയ അവസ്ഥയിൽ കിടക്കുന്നത് ഷൻ ഷാവോജനാണ്. അത് അവൻ്റെ ക്ലാസ്സിലെ ആ പ്രശ്നക്കാരൻ പയ്യനുണ്ടല്ലോ, അവനാണ് കെട്ടിയിട്ടേക്കുന്നത്. ഉടനെ തങ്ങ് അവൻ്റെ വായിലെ പ്ലാസ്റ്റർ എടുത്ത് മാറ്റുന്നുണ്ട്. അവന് ബോധം വരുമ്പോൾ അവൻ കിടന്നിങ്ങനെ കൂവുമ്പോൾ തങ്ങ് അവൻ്റെ വായിൽ കൈവച്ചിട്ട് പറയും, എടാ സൗണ്ട് ഉണ്ടാക്കല്ലേ, നീ സൗണ്ട് ഉണ്ടാക്കിയാൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇപ്പം തന്നെ തീരും. റാറ്റിനെ പുറത്തേക്ക് പോയി നോക്കാൻ പറഞ്ഞിട്ട് തങ്ങ് അവനോട് ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, നീ എങ്ങനെ ഇതിനകത്ത് കയറിയത്? അവൻ പറയും, എനിക്കൊന്നും അറിയില്ല, ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് ആൾക്കാർ വന്ന് എന്നെ വാനിൽ കെട്ടിക്കൊണ്ട് പോയി. അപ്പം തന്നെ എൻ്റെ ബോധം പോയി. ഇപ്പം ഞാൻ എന്താ കണ്ണുറന്ന് നോക്കുമ്പോൾ നിന്നെയാണ് ഞാൻ കാണുന്നത്. എന്നിട്ട് അവൻ കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ കിഡ്നാപ്പ് ചെയ്യുകയാണോ, ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചോദിക്കും, എടാ നീ എന്തിനാ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയത്? നിന്നോടൊക്കെ ഇത് ഗാർഡ് ചെയ്യാനല്ലേ പറഞ്ഞത്, ഒരു കാര്യം പറഞ്ഞ കേൾക്കില്ല എന്ന് പറയുമ്പോൾ അവൻ വന്ന് നോക്കുമ്പോൾ ഇതിനകത്തൊരു പയ്യനാണ് കിടക്കുന്നത്. അവൻ കേൾക്കണ്ടെന്ന് കരുതി ഇവരെല്ലാവരും കൂടി പുറത്തു പോയി സംസാരിക്കുകയാണ്. എന്തിനാണ് അത് ഓപ്പൺ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് പോലീസിനെ വിളിക്കാം, ഇത് വലിയ പ്രശ്നത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നൊക്കെ തങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ പറയും, പോലീസിനെ വിളിച്ചിട്ട് നമ്മൾ എന്ത് പറയും, അവനാകെ കണ്ടിട്ടുള്ളത് നമ്മളെ മാത്രമാണ്. അവനിങ്ങനെ നമ്മളാണ് അവനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയതെന്നെങ്ങാനും പറഞ്ഞു കൊടുത്താൽ പിന്നെ ജയിലിൽ കിടന്നാൽ മതി. തങ്ങ പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും പറ്റില്ല, അവൻ എൻ്റെ ക്ലാസ്മേറ്റ് ആണ്, നമുക്ക് പോലീസിനെ വിളിക്കാം, അവരെ അറിയിക്കാം, അവനോട് ഞാനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം എന്നും പറഞ്ഞ് തങ്ങേഷിനകത്തേക്ക് കയറി പോവുകയാണ്. ഇവിടെ ബാവോയുടെ അടുത്ത് ഷയോങ് വന്ന് പറയുന്നുണ്ട്, ഷൻ ദശനെല്ലാം അറിഞ്ഞു. ഈ ഷൻ ദശൻ എന്ന് പറയുന്നത് ഷൻ ഷായോജിൻ്റെ പ്രശ്നക്കാരൻ പയ്യൻ്റെ അച്ഛനാണ്. അയാളും ഇവരും തമ്മിൽ എന്തോ ഇടപാടുണ്ടായിരുന്നു.
പക്ഷെ ബാവോ അവനെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചേക്കാണ്. എന്നിട്ട് പൈസ ചോദിക്കുകയാണ്. ഇവരുടെ സ്ഥലമെല്ലാം എവിടെയാണെന്ന് അയാൾ അറിഞ്ഞു എന്നാണ് ഷയോങ് വന്ന് പറഞ്ഞത്. അപ്പോൾ ബാവോ പറയും അവനെ തീർത്തേക്ക്. അതേസമയം ചായും ഇവന്മാരും കൂടി അവനെ പിടിച്ച് രക്ഷിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കാറി കയറ്റുകയാണ്. അപ്പോഴേക്കും ബാവോയും കൂട്ടരും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവന്മാർ വന്ന് ഇവരെല്ലാവരെയും കെട്ടിയിടും. ബാവോ എന്നിട്ട് ചായോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞ പണി കൃത്യമായിട്ട് ചെയ്യണമായിരുന്നു. അയാൾ ഇവരെ കൊല്ലാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ചാ പറയുന്നുണ്ട്, ഞങ്ങളെ വെറുതെ വിടണം, ഒരു തെറ്റ് സംഭവിച്ചു പോയി. അവൻ അവൻ്റെ ഫ്രണ്ടാണ്, ക്ലാസ്മേറ്റാണ്, അവനോട് കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും, അവൻ ആരോടും ഒന്നും ചെന്ന് പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ തങ്ങേഷിന് ഇടയ്ക്കേറി പറയുന്നുണ്ട്, ഇയാളാണ് എല്ലാത്തിനും കാരണം, ഇയാൾ നമ്മളെ ട്രാപ്പ് ചെയ്യാൻ നോക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവന് ദേഷ്യം വരുന്നുണ്ട് ബാവോയ്ക്ക്. നിങ്ങളെല്ലാവരെയും വെറുതെ വിട്ടാലും ഇവനെ ഞാൻ കൊല്ലും എന്ന് ബാവു പറയുന്നുണ്ട് തങ്ങേഷിനെ നേരെ നോക്കി. നിനക്ക് ഞാനൊരു ഓഫർ തരാം, ഇവരിൽ ആരെങ്കിലും ഒരാളെ നിനക്ക് പുറത്തേക്ക് കൊണ്ടുപോകാം, അതാരെ വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് പറയുന്നുണ്ട്. നീ സമയം താമസിക്കും തോറും ഇവന്മാരെ ഞാൻ എന്തെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് റാറ്റിൻ്റെ കാലിൽ ഒരു കത്തി കൊണ്ട് കുത്തുകയാണ്. അപ്പോൾ തങ്ങേഷിന് അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, റാറ്റിനെ കൊണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവുക, ഇവന്മാരെല്ലാം ബാഡാണ്, ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നിങ്ങളും കൂടി കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ എഴുന്നേറ്റ് വന്ന് തങ്ങിനോട്, നിന്നെ ഞാൻ അടുത്ത ജന്മത്തിൽ രക്ഷിക്കാമെന്നും പറഞ്ഞിട്ട് റാറ്റിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ റാറ്റ് പറയുന്നുണ്ട്, നമുക്ക് അവനെ ഇവിടെ ഇട്ടിട്ട് പോകാനായിട്ട് പറ്റില്ല, അവനെയും രക്ഷിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവന്മാർക്ക് ഒരു ചോയ്സും ഇല്ല, ഇവരെല്ലാവരും ഉണ്ട്, ഒന്നിൽ ഇവന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് ചാവേണ്ടി വരും, അല്ലെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്ക് എങ്ങനെയും രക്ഷപ്പെടാം. റാറ്റിനെ കൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇവന്മാർ അതിനകം തീയിടുകയാണ്. തീ ഇടാനായിട്ട് ഷയോങ് ഉപയോഗിക്കുന്നത് ചായയുടെ ആ ലൈറ്റർ ഉണ്ടല്ലോ, അത് തന്നെയാണ്. പുറത്ത് വീണടക്കുന്ന ചായ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ എന്ന ഭാവേന വരുന്ന ഷയോങ് അവൻ്റെ വയറ്റിനിട്ട് ഒരു കുത്തുകുത്തും. ഇവിടെ അകത്ത് തീയാണെങ്കിൽ ആളിപ്പടർന്നു. പ്രശ്നക്കാരൻ പയ്യനും തങ്ങും അതിനകത്താണ് ഇപ്പോൾ ഉള്ളത്. പുറത്തുള്ള ചായക്കും റാറ്റിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്താണ് അവിടേക്ക് ജനൽ പൊട്ടിച്ച് അകത്തേക്ക് ഹൈതാങ് വരുന്നത്. അവൾ വന്ന് ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ കെട്ടഴിക്കും. ചായം റാറ്റും കിടക്കുന്ന സ്ഥലത്തേക്ക് ബാവു വന്നിട്ട് പറയാണ്, അവനെ നീയാണ് കിഡ്നാപ്പ് ചെയ്തത്, പ്രതിഫലമായിട്ട് നീ പൈസ ചോദിച്ചു, അത് തരില്ല, അവൻ പോലീസിനെ വിളിച്ചു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും നീ ഈ സ്ഥലം കത്തിച്ചു നിന്റെ ലൈറ്റർ വെച്ചിട്ട്. ഞാൻ നിങ്ങളെ രക്ഷിക്കാനായിട്ട് വന്ന ആളാണ്. എങ്ങനെയുണ്ട്? നല്ല ത്രില്ലിങ് സ്റ്റോറി ആയിട്ടില്ലേ? ബാവോ ആക്ച്വലി ചായ രക്ഷപ്പെടാൻ അനുവദിക്കുകയല്ല ചെയ്തത്, അവനെ ഈ ഒരു ക്രൈമിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാമെന്നും പറഞ്ഞുകൊണ്ടുള്ളൊരു സെറ്റിംഗ് ആയിരുന്നു അത്. എല്ലാം തീർന്നു എന്ന് വിചാരിച്ചിരുന്ന നിമിഷത്തിലാണ് ഹൈതാങ് അങ്ങോട്ടേക്ക് വന്നതും ഇവന്മാർ രണ്ടും രക്ഷിച്ച് ജനൽ വഴി അവർ പുറത്തേക്ക് ചാടുന്നത്. അപ്പോൾ തന്നെ ബാവോയും ആൾക്കാരും അവരെ കാണുന്നുണ്ട്. അവരെ കാണുന്നതും ബാവോയുടെ ആൾക്കാർ അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലാൻ പോകുമ്പോൾ ചായയും റാറ്റും മാക്സിമം അവന്മാരെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബാവോയുടെ കൂടെയുള്ളവന്മാരൊക്കെ അവരുടെ പിറകെ പക്ഷെ ഓടിപ്പോവും. റാറ്റും ചായയും കുത്തു കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് അധികം ബലമില്ല, അവരവിടെ തന്നെ കിടക്കുമായിരുന്നു. ബാവോയുടെ കൂടെ എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന ഒരുത്തനുണ്ട്, അവൻ്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് ഇവരെ കുത്താനായിട്ട് പറയാണ്. അവൻ ആ കത്തിയും കൊണ്ട് വരുമ്പോൾ റാറ്റ് പെട്ടെന്ന് ആ കത്തി പിടിച്ചു വാങ്ങിയിട്ട് ബാവോക്കിട്ട് കുത്തുകയാണ്. അപ്പോഴേക്കും പോലീസ് അങ്ങോട്ടേക്ക് വരും. ഹൈതാങ്ങും തങ്ങേഷനും ഷയോജനും ഒക്കെ പോലീസിനെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് പോകും. വീണ്ടും 2026 റാറ്റ് അവരോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ആളിക്കത്തുനിന്ന് തീയിലേക്ക് എടുത്തു ചാടി തങ്ങേഷിനെ രക്ഷിക്കാനായിട്ട് ഓടി വന്നവളാണ് ഹൈതാങ്. തീയിലേക്ക് ചാടിയപ്പോൾ അവളുടെ കയ്യിലൊക്കെ കുറച്ച് പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷെൻജങ് പറയുന്നുണ്ട്, അതാണല്ലേ അമ്മയുടെ കയ്യിലെ ആ സ്കാറ്. അപ്പോൾ റാറ്റ് പറയുന്നുണ്ട്, അവനും അതുപോലെ തന്നെയാണ്, അവൾക്ക് വേണ്ടിയിട്ട് എന്ത് വേണേലും ത്യാഗം ചെയ്യാൻ അവൻ റെഡിയാണ്. ഒരിക്കൽ ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനു വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി ഇത്രയും ഹാർഡായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. അപ്പോൾ അവൻ അന്ന് എന്നോട് പറഞ്ഞത്, അവൻ ആരും ഇല്ലാതുകൊണ്ടാണ് ജീവിച്ച് വളർന്നത്, അവനെ ഒരു ഫാമിലി ആയിട്ട് കണ്ടത് അവൾ മാത്രമാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് വേണ്ടിയിട്ട് അവൻ ജീവൻ കൊടുക്കാനും തയ്യാറാണ്. ഇവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണുള്ളത്. അവരെയൊക്കെ കസ്റ്റഡിയിലെടുത്തേക്കാണ്. ഹൈതാങ്ങും ഷാജനും പുറത്തിരിപ്പുണ്ട്. അവൾ വന്ന് പോലീസിനോട് ചോദിക്കുന്നുണ്ട്, അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, അവനെന്തിനാണ് ഇവിടെ പിടിച്ചു വച്ചേക്കുന്നതെന്ന്. അപ്പോൾ പോലീസുകാരൻ പറയും, അവർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ട് ഉടനെ വിട്ടയക്കും, നിങ്ങളുടെ കൈ മുറിഞ്ഞിരിക്കുകയല്ലേ, നിങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൾ പോകാനായിട്ട് കൂട്ടാക്കുന്നില്ല. അവൾ വന്ന പ്രശ്നക്കാരൻ പയ്യൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ നിന്റെ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവരെയൊക്കെ അവർ വിടും, നീ ഒന്ന് തുറന്ന് പറയാവോ തങ്ങേഷനൊന്നും ചെയ്തിട്ടില്ല എന്ന്. അപ്പോഴേക്കും ആ പ്രശ്നക്കാരൻ പയ്യൻ്റെ അമ്മയും അച്ഛനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അമ്മേനെ കാണുന്നതും അവൻ ഓടിപ്പോയി അമ്മേനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്, നിങ്ങൾ കാരണമാണ് ഇതൊക്കെ എൻ്റെ മോന് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അവൻ്റെ അമ്മ അവനെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുമ്പോൾ ഹൈതാങ് അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്, തങ്ങേഷൻ ഇപ്പോഴും അകത്തല്ലേ, നിന്റെ സ്റ്റേറ്റ്മെൻറ്റ് വേണം അവനെ പുറത്തു വിടാനായിട്ട്. പക്ഷേ ഇവൻ്റെ അമ്മ അവളോട് ദേഷ്യപ്പെട്ടിട്ട് അവനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവൾ അവിടെ നിന്ന് ഉറക്കെ പറയുന്നുണ്ട്, എടാ നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ അവന് വേണ്ടിയിട്ടൊന്ന് സംസാരിച്ചിട്ട് പോടാന്ന് പറയുമ്പോൾ അവൻ തിരിഞ്ഞെന്ന് ഓഫീസറോട് പറയുന്നുണ്ട്. ഓഫീസർ, അവനൊന്നും ചെയ്തിട്ടില്ല, അവൻ ശരിക്കും എന്നെ കിഡ്നാപ്പേഴ്സിൻ്റെ ഇടയിൽ നിന്ന് രക്ഷിക്കുകയായിരുന്നു,
അപ്പോൾ അവൾ ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട് അവനോട്. ഇവളെന്നിട്ടും പോകുന്നില്ല, അവൻ വന്നിട്ടേ പോകുന്നുള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിർബന്ധം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓഫീസർ പറയുന്നുണ്ട്, നിന്റെ കയ്യിലൊക്കെ പൊള്ളലേറ്റതല്ലേ, ഇപ്പം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണം, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ചിലപ്പോൾ അത് ഇൻഫെക്ഷൻ ആവും. അപ്പോഴത്തേക്കും അവരുടെ മിസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. മിസ് എല്ലാം ശരിയായി, ഓക്കെ ആയി, നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവളെ വിളിച്ചും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. റാറ്റ് എന്നിട്ട് ഒരുപാട് പഴയകാല ചിത്രങ്ങൾ അന്നവർ ഈ ബില്ലിയാർഡ് ഹൗസ് റീഓപ്പൺ ചെയ്ത ദിവസം ഫോട്ടോസ് എടുത്തില്ലേ, അതൊക്കെ കാണിക്കുകയാണ് ഇവരെ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഈ ഹൈതാങ്ങിൻ്റെ കുട്ടിക്കാലമാണ്. അവൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ വീട്ടിൽ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട്. ചുറ്റും നിൽക്കുന്ന ആൾക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, എന്നാലും ആ കുഞ്ഞിനെ അവൾ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് ഓടിപ്പോയി കളഞ്ഞല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് രാത്രി ഏബോ വരുന്നുണ്ട്. അയാൾ ഈ ഹൈതാങ് കുഞ്ഞ് ഈ ഹൈതാങ്ങിനോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ അമ്മ എങ്ങോട്ടാണ് പോയെന്ന് നിന്നോട് പറഞ്ഞിരുന്നോ, ഇന്ന് നീ രാവിലെ എവിടെ പോയിരുന്നതെന്ന് ഏബോ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ കുറച്ച് കളിക്കാനായിട്ട് പുറത്തോട്ട് പോയതാ. എന്നിട്ട് അവൾ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അമ്മ എവിടെ പോയി? അപ്പോൾ അയാൾ പറയും, ഇനി മുതൽ നിനക്ക് അങ്ങനെ ഒരു അമ്മയില്ല, നമ്മളെ വിട്ടിട്ട് വേറൊരുത്തൻ്റെ കൂടെ നിൻ്റെ അമ്മ ഒളിച്ചോടി പോയി. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും സ്നേഹത്തോടെ സൈനിങ് ഓഫ് ദ സ്റ്റോറി പാണ്ട.